ഒരു വീടിൻ്റെ കാര്യം വരുമ്പോൾ റെൻറ്റിംഗ് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഫ്ലെക്സിബിലിറ്റി തരും നിങ്ങൾക്ക്. ഇനി അഥവാ ബൈയിങ് ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരും. ഇതിൽ ഏത് ഓപ്ഷനാണ് നല്ലത് എനിക്കറിയില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ പലർക്കും പല പോയിൻ്റ് ഓഫ് വ്യൂസ് ഉണ്ടാകും. ഈ ഒരു കാര്യം വരുമ്പോൾ ഇങ്ങനെയും ചിന്തിക്കാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കാനാണ് ഈ വീഡിയോ. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഇത് തെറ്റാവാം ശരിയാവാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു സജഷനായിട്ട് എടുക്കാം. ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ബൈയിങ് ഓർ റെൻറ്റിങ് എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരിക്കും. കാരണം ഈ തീരുമാനം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെയും ഫിനാൻസിനെയും ബാധിക്കും. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ബൈ യുവർ റെൻ്റ് ഹൗസ്. ആദ്യമായി എന്തെല്ലാം കാരണം കൊണ്ടാണ് നമ്മൾ വീട് വാങ്ങുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ്. സ്വന്തമായി ഒരു വീട് ഓൺ ചെയ്യുക എന്നത് ഒരു വളരെ വ്യത്യസ്തമായൊരു ഫീലിംഗ് ആണ്. രണ്ടാമത്തേത് സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നിയിട്ടൊരു വീട് വാങ്ങാം. നമുക്ക് ആ ആഗ്രഹം നിറവേറ്റാനായിട്ടും ആ വീടിൻ്റെ കംഫേർട്ട് കിട്ടാനായിട്ടും നമ്മൾ വീട് വാങ്ങും. നാലാമത്തെ റീസൺ എന്തെന്നാൽ നമ്മളിപ്പോൾ റെൻറ്റിങ് ഓപ്ഷന് പോവുകയാണെങ്കിൽ നമ്മൾ ആലോചിക്കും എന്തായാലും നമ്മൾ വാടക അടക്കുകയാണ്, എന്നാൽ പിന്നെ ആ വാടക എടുത്ത് EMI അടക്കുകയാണെങ്കിൽ നമുക്ക് ആ വീട് സ്വന്തമായിട്ട് കിട്ടില്ലേ എന്ന് ചിന്തിക്കുമ്പോഴാണ്. അഞ്ചാമത്തെ റീസൺ എന്നാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള പ്രഷർ മൂലമാണ്. നമ്മൾ ഫ്രണ്ട്സ് ആണെങ്കിൽ വീട് വാങ്ങുമ്പോൾ നമുക്ക് വീട് വാങ്ങാനുള്ള ഒരു പ്രഷർ ഉണ്ടാവും. ഇതേ പ്രഷർ നമുക്ക് ഫാമിലിയുടെ കയ്യിൽ നിന്നും ഉണ്ടാകും. മറ്റൊരു റീസൺ എന്നാൽ നമുക്ക് കല്യാണപ്രായമായി, അപ്പോൾ കല്യാണത്തിന് മുമ്പ് തന്നെ സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന ചിന്തയാണ്. മറ്റൊരു റീസണാണ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ. അതായത് ഇപ്പോൾ വീട് വാങ്ങിച്ചിട്ട് കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് വില കൂട്ടി വിൽക്കാം എന്ന ചിന്തയാണ്. ഇതെല്ലാം ഇമോഷണൽ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സാണ്. പക്ഷേ നന്നായി ജീവിക്കണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് കൂടി നോക്കണം. അപ്പോൾ ഈ ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സിനെ നീക്കി വെച്ചുകൊണ്ട് ഫിനാൻഷ്യൽ ഫാക്ടേഴ്സിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ആദ്യമായി ഒരു വീട് വാങ്ങുന്നതിൻ്റെ കോസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഡൗൺ പേയ്മെൻ്റ് ആണ്. ഒരു വീടിൻ്റെ 20% നമ്മൾ ഡൗൺ പേയ്മെൻറ്റായി അടയ്ക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യം വെച്ച് ഈ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നു. അടുത്ത കോസ്റ്റ് എന്നുള്ളത് ലോണിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ വീടിൻ്റെ ബാക്കി 80% മേൽ ലോൺ എടുക്കും. ഈ ലോണിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ റെൻറ്റിങ് ഓപ്ഷന് പോകുമ്പോഴുള്ള വാടക പോലെ തന്നെയാണ്. മൂന്നാമത്തെ കോസ്റ്റ് വീടിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റാണ്. അടുത്തതായി റെൻറ്റിങ് ഓപ്ഷന് പോകുമ്പോഴുള്ള കോസ്റ്റിനെ പറ്റി നമുക്ക് ആലോചിക്കാം. അതിന് ഒറ്റ കോസ്റ്റേ ഉള്ളൂ, റൈറ്റ്. നമ്മളൊരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ വാടക മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കോസ്റ്റ്. അടുത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് റെൻ്റൽ ഈൽഡ്. അതായത് ഒരു വാടക വസ്തുവിൽ നിന്ന് അതിൻ്റെ ഉടമസ്ഥന് ഒരു വർഷം കിട്ടുന്ന റിട്ടേണാണ് ആ വസ്തുവിൻ്റെ റെൻ്റൽ ഈൽഡ്. ഇന്ത്യയിൽ 1 മുതൽ 3% വരെയാണ് ഇത് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു വീടിൻ്റെ വാല്യൂ 100 രൂപയാണെങ്കിൽ ഒരു വർഷം ആ വീടിൻ്റെ ഉടമസ്ഥന് വാടകയായി കിട്ടുന്ന തുക എന്നുള്ളത് 1 രൂപ മുതൽ 3 രൂപ വരെയാണ്. അതായത് വർഷേന ആ വീടിൻ്റെ ഉടമസ്ഥന് ആ വീടിൻ്റെ വാല്യൂവിൻ്റെ 1% മുതൽ 3% വരെ വാടകയായിട്ട് കിട്ടുന്നുള്ളൂ. ഇത് തിരിച്ചാലോചിക്കുകയാണെങ്കിൽ നമ്മളൊരു വീട്ടിൽ വാടകയ്ക്ക് പോവുകയാണെങ്കിൽ ആ വീടിൻ്റെ വാല്യൂവിൻ്റെ 1% മുതൽ 3% വരെ ഒരു വർഷം നമ്മൾ അതിൻ്റെ വാടകയായി അതിൻ്റെ ഉടമസ്ഥന് കൊടുക്കുന്നുള്ളൂ. ഇത് വളരെ നല്ലൊരു കാര്യമല്ലേ? നിങ്ങളിപ്പോൾ 50 ലക്ഷം വില വരുന്ന ഒരു വീട് വാങ്ങാൻ പോവുകയാണെന്ന് ആലോചിക്കുക. ഈ വീടിൻ്റെ വാല്യൂവിൻ്റെ 20%-മായ 10 ലക്ഷമാണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റായി അടയ്ക്കുന്നത്. ബാക്കി 40 ലക്ഷം ലോണാണ്. ഇന്ത്യയിൽ ആവറേജ് ഹോം ലോൺ റേറ്റ് എന്തെന്നാൽ 10%. അപ്പോൾ ഒരു വർഷം നമ്മൾ 4 ലക്ഷം രൂപ ഇൻട്രസ്റ്റായി അടയ്ക്കും. അങ്ങനെ വരുമ്പോൾ 20 വർഷത്തേക്ക് ഒരു മാസം 38,600 രൂപയാണ് നമ്മൾ ലോണിൻ്റെ EMI ആയി അടയ്ക്കുന്നത്. ഇതിൽ 30,000 രൂപയും ഇൻട്രസ്റ്റാണ്. ബാക്കി 8,600 രൂപ മാത്രമാണ് നമ്മുടെ മുതലിലേക്ക് പോകുന്നത്. ഇതേ വീട്ടിൽ നമ്മൾ വാടകയ്ക്ക് പോകാൻ പോവുകയാണെന്ന് ആലോചിക്കുക. നമുക്ക് റെൻ്റൽ ഈൽഡ് 2% എടുക്കാം. അപ്പോൾ 50 ലക്ഷത്തിൻ്റെ 2%, അതായത് 1 ലക്ഷം രൂപയാണ് ഒരു വർഷം നമ്മൾ വാടകയായി അടയ്ക്കുന്നത്. അതായത് ഒരു മാസം 8,500 രൂപയാണ് വാടക വരുന്നത്. നമ്മൾ നേരത്തെ വെച്ച ഇൻട്രസ്റ്റ് അതായത് 30,000 മൈനസ് ഈ 8,500 ചെയ്യുമ്പോൾ 21,500 രൂപയാണ് വരുന്നത്. ഈ 21,500 രൂപ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. ഇതേ കാശ് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഒരു FDയിൽ പോലും ഇട്ടിരുന്നെങ്കിൽ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടിയേനെ. രണ്ടാമത്തെ റീസൺ എന്നുള്ളത് ഇന്ത്യയിൽ ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണ്. മാത്രമല്ല ഇന്ത്യയിൽ പൊതുവെ റെൻ്റ് റേറ്റ് കുറവാണ്. എന്തായാലും വാടക അടയ്ക്കുകയില്ലേ, എന്നാൽ ആ കാശ് EMI ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ വീട് സ്വന്തമായി കിട്ടില്ല എന്നുള്ളത് വളരെ ചെറിയ ചിന്താഗതിയാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. രാമു കൊച്ചിയിൽ ജീവിക്കുകയാണെന്ന് കരുതുക. രാമുവിന് ജോലിയുണ്ട്. രാമു 50,000 രൂപ വാടക കൊടുത്തിട്ട് ഒരു 2 BHKയിലാണ് താമസിക്കുന്നത്. തൻ്റെ വാടകയ്ക്ക് തുല്യമായ EMI ഉള്ള ഒരു വീട് അന്വേഷിച്ച് രാമു നടക്കുകയാണെങ്കിൽ ഒരിക്കലും
രാമു ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ രാമുവിന് കിട്ടണമെന്നില്ല. രാമു നേരത്തെ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ നിന്ന് കുറേ ദൂരെയായിരിക്കും രാമുവിന് ഇത് EMI വെച്ച് ഒരു വീട് കിട്ടുക. അപ്പോൾ രാമുവിൻ്റെ ലൈഫ് സ്റ്റൈലും രാമുവിൻ്റെ ഫ്യൂച്ചറും അവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇതുകൊണ്ടാണ് വാടക തന്നെ നമുക്ക് EMI ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ ആ വീട് സ്വന്തമായി കിട്ടില്ല എന്ന ചിന്താഗതി ചെറുതാണെന്ന് പറയാൻ കാരണം. നമുക്ക് എന്തായാലും താമസിക്കാൻ ഒരു വീട് വേണം. അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് കാശ് ചിലവാകും. നിങ്ങൾക്കിപ്പോൾ 30 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൻ്റെ ആദ്യ ഭാഗത്ത് കൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ഇപ്പോൾ തന്നെ ഒരു വീട് വാങ്ങിക്കൊണ്ട് അത്രയും വലിയൊരു കടം നമ്മുടെ തോളിൽ നമ്മൾ വെക്കേണ്ടതുണ്ടോ? അതും 5-10 കൊല്ലം കഴിഞ്ഞിട്ട് വളരെ ഇറലവൻ്റായ ഒരു വീടിന് വേണ്ടിയിട്ടാണോ? നിങ്ങൾക്ക് ഇപ്പോൾ 20 വയസ്സാണെങ്കിൽ നിങ്ങൾ ആലോചിക്കൂ, നിങ്ങൾ ഭാവിയിൽ എന്തു ചെയ്യും, എവിടെ പോകും എന്നുള്ള കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളൊരു വീട് വാങ്ങുന്നതിനുള്ള തീരുമാനം എടുക്കാൻ പോകുന്നത്. ഒരു വീട് വാങ്ങുന്നതിന് മുമ്പോ വാടകയ്ക്ക് പോകുന്നതിന് മുമ്പോ ഫ്രണ്ട് വീട് കാൽക്കുലേറ്റ് ചെയ്യൂ. ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷൻസ് നിങ്ങൾ നോക്കൂ. ഒരു വീട് വാങ്ങുന്നതിന് 20 വർഷത്തിന് മുകളിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ വീട് വാങ്ങുന്നതിന് നല്ലത് വാടകയ്ക്ക് എടുക്കുന്നതാണ്. എപ്പോഴും വാടകയ്ക്ക് പോകുക എന്നുള്ളതാണ് നല്ല ഓപ്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല. പല സാഹചര്യങ്ങളിലും വീട് വാങ്ങുന്നതായിരിക്കും നല്ല ഓപ്ഷൻ. നമ്മൾ എപ്പോഴൊക്കെയാണ് വീട് വാങ്ങേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് എന്തെന്നാൽ, ഒരു വീട് വാങ്ങാൻ പോകുമ്പോൾ ആ വീടിൻ്റെ വാല്യൂ എന്നുള്ളത് ആ വീടിൻ്റെ ആനുവൽ റെൻറ്റിൻ്റെ 20 ഇരട്ടിയോ അതോ കുറവാണെങ്കിൽ ആ വീട് വാങ്ങുന്നതാണ് നല്ലത്. അടുത്ത കേസ് എന്നാൽ, നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം വീട് വാങ്ങുക. പെട്ടെന്ന് ഹോം ലോൺ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് ഒറ്റയടിക്ക് അടയ്ക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ലോങ് ടേമിലേക്കാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഈ സാഹചര്യത്തിലൊക്കെ നിങ്ങൾ വീട് വാങ്ങുന്നതാണ് നല്ലത്. നിങ്ങൾ വാടകയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരു വീട് വാങ്ങുന്നതിനെ പറ്റി സൈഡിലൂടെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. വീട് വാങ്ങുക എന്നുള്ളത് കാര്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തി ഫിനാൻഷ്യൽ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുക. വീടിനെ പറ്റി ആലോചിക്കുമ്പോൾ ഈ ഒരു ആംഗിളിലൂടെ ചിന്തിക്കാം എന്ന് നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനുള്ള ചെറിയൊരു ശ്രമമാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അടുത്ത വീഡിയോയിലേക്ക് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇമ്പ്രൂവ് ആക്കേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതായി പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചിയേഴ്സ്.